ഗുഡ് മോർണിംഗ് മുത്തുമണീസ്. രാവിലെ കുറച്ച് നേരം കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ പൊന്നൂസിൻ്റെയും മോനുക്കുട്ടൻ്റെ യൂണിഫോം ഒക്കെ തേച്ച് വെച്ചോണ്ട് കാര്യമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു കേട്ടോ. അമ്മ ഇങ്ങനെ വീട്ടിലെ വിശേഷങ്ങൾ എന്നെ പറഞ്ഞ് കേൾപ്പിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അക്ക തങ്കച്ചിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ ഇവിടുത്തെയും വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ എൻ്റെ അടുത്ത് അതെല്ലാം ഇങ്ങനെ വന്ന് പറയുവാണ്. അവിടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ ജോലി ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് കുറച്ച് കൊഞ്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കൂടെ ദോശയും. അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുത്ത് നെയ്യൊക്കെ ഒഴിച്ചു. പിന്നെ അമ്മ അവിടെ കലബിലാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ചെവി അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. അതിനിടെ ജോലി നടക്കും. ഞാനൊരു സ്ഥലത്ത് ഒരു സാധനം വെച്ചാൽ മോനുകുട്ടൻ അത് തൃപ്തിയില്ല കേട്ടോ. മോനുകുട്ടനാണ് ഈ പെൺകുഞ്ഞുങ്ങളെ പോലെ എൻ്റെ അടുത്ത് വിരിവിരിന്നിരിക്കുന്നത്. അവനത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാലേ അവന് തൃപ്തിയുള്ളൂ. പൊന്നൂസ് പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും തലയിടാറില്ല. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഇന്ന് കൊടുത്തു വിടാൻ ഫ്രൂട്ട്സ് ഒന്നും ഇരിപ്പില്ല. ആപ്പിൾ മാത്രമേ ഉള്ളായിരുന്നു. അത് കട്ട് ചെയ്താൽ കളർ പോവുമല്ലോ, അപ്പോൾ അവർ കഴിക്കത്തില്ല. അപ്പം ഞാൻ എലൈറ്റിൻ്റെ കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കൊഞ്ചുകറി കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അത് അടച്ച് വെച്ചു. പിന്നെ ഞാൻ മുറ്റത്ത് റോസ് ഇന്നലെ വൈകുന്നേരം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോസ് പൊന്നൂന് തലയിൽ പൂ വയ്ക്കാമെന്ന് പറഞ്ഞ് എടുത്തതാണ്. പക്ഷേ അതൊരു വാടിയ റോസാപ്പൂവാണ്. അതെന്താ 1.5 കിൻറ്റൽ വയർ കൊണ്ട് രാവിലെ കസർത്ത് തുടങ്ങിയിട്ടുണ്ട്. മോനുകുട്ടന് ക്ലാസ് ടെസ്റ്റ് ഉണ്ട് മാത്സിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി എൻ്റെ അടുത്ത് ചോദിക്കുമോ ഒന്ന് 7ൻ്റെ ടേബിൾ. അങ്ങനെ ഞാൻ മോനുകുട്ടനും കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ പൊന്നൂസും മോനുകുട്ടനെയും കുളിച്ച് ഇതേ പൊന്നൂന് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. പൊന്നൂന് ആദ്യം മുടി വെട്ടിയപ്പോൾ എന്തോ പോലെ ആയിരുന്നു. ഇപ്പം എന്തായാലും അത് ചേരുന്ന പോലെ കണ്ട് പഴകിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഈ കുട്ടിമണികൾ